കിലോമീറ്റർ റേറ്റ് കൂട്ടി തരണമെന്നാണ്. നിലവിൽ നമുക്കിപ്പം തരുന്ന 6 രൂപയാണ്. 6 രൂപയുടെ നിലവിലെ സാഹചര്യം വെച്ച് പെട്രോളിന്റെ വില വർധനവും നമ്മുടെ ജീവിത ചെലവും വെച്ച് 6 രൂപ വെച്ച് വോട്ട് ചെയ്യാൻ നമുക്ക് പോയാൽ ബുദ്ധിമുട്ടാണ്. പറയുമ്പോൾ നമ്മൾ പാർട്ണറാക്കി നമ്മൾ വെച്ചേക്കുന്നത്. പക്ഷേ പാർട്ണർക്ക് കിട്ടുന്ന യാതൊരു ആനുകൂല്യം നമുക്ക് കിട്ടുന്നില്ല. 14 മണിക്കൂർ നമ്മൾ വർക്ക് ചെയ്യണം ഇൻസെന്റീവ് കിട്ടണമെങ്കിൽ. ഉച്ചയ്ക്ക് നമുക്ക് ഫുഡ് കഴിക്കാൻ പോലുള്ള സാവകാശം നമുക്ക് അവർ തരാറില്ല. 1 കിലോമീറ്ററിന് ഇവർ പറയുന്ന 6 രൂപ 80 പൈസ എന്നൊക്കെ പറയണത്, പക്ഷേ തരുന്നില്ല. പറയുമ്പോൾ പറയുന്നത് ഞങ്ങൾ 6 രൂപ തരുന്നുണ്ട്, 8 രൂപ തരുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. ഒരു 10 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ഇവിടുന്ന് ഫുഡ് എടുത്ത് ഞങ്ങൾ ഒരു 10 കിലോമീറ്റർ അപ്പുറത്ത് പോവുകയാണെങ്കിൽ അവിടെ ഹോട്ടൽസ് കാണത്തില്ല. ഞങ്ങൾ പ്രധാനമായിട്ട് ഉന്നയിച്ചിരിക്കുന്ന ആവശ്യം നമ്മുടെ കിലോമീറ്റർ റേറ്റ് കൂട്ടി തരണമെന്നാണ്. നിലവിൽ നമുക്കിപ്പം തരുന്ന 6 രൂപയാണ്. 6 രൂപയുടെ നിലവിലെ സാഹചര്യം വെച്ച് പെട്രോളിന്റെ വില വർധനവും നമ്മുടെ ജീവിത ചെലവും വെച്ച് 6 രൂപ വെച്ച് വോട്ട് ചെയ്യാൻ നമുക്ക് പോയാൽ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് കമ്പനി നമ്മൾ 1 മാസം മുമ്പ് നമ്മൾ ഇൻഫോം ചെയ്തത് കമ്പനിയിലോട്ട് മെയിൽ അയച്ചായിരുന്നു. 1 മാസം കഴിഞ്ഞിട്ട് അവർ യാതൊരു റിപ്ലൈയും തരാത്തിട്ട് നമ്മൾ ലേബർ കോർട്ട് കംപ്ലയിന്റ് ചെയ്തായിരുന്നു. ഇന്നലെ ലേബർ കോർട്ട് ചർച്ചയായിരുന്നു. അവർ നമ്മൾ ഉന്നയിച്ച ആവശ്യങ്ങളിൽ വളരെ കുറച്ച് ആവശ്യങ്ങൾ, അതായത് നമുക്ക് പ്രധാനമല്ലാത്ത കുറച്ച് ആവശ്യങ്ങൾ മാത്രം നടത്തി തരാം. ഈ കിലോമീറ്റർ റേറ്റിനെ കുറിച്ച് ചോദിക്കുമ്പോഴത്തേക്ക് അവർക്ക് നടത്തി തരാൻ പറ്റുമെന്നൊരു ഇതാണ് ഇപ്പോൾ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സാധനങ്ങൾ വിൽക്കുമ്പോൾ അതിനകത്ത് അവർ നല്ല കമ്മീഷൻ ഈടാക്കുന്നുണ്ട്, പക്ഷെ നിങ്ങൾക്ക് തരാൻ ഉദ്ദേശിക്കുന്നില്ല അതിലെ ഒരു. അതായത് അവർ ഹോട്ടലുകളിൽ നിന്ന് മേടിക്കുന്നുണ്ട് കമ്മീഷൻ, പക്ഷെ നമുക്ക് തരാൻ വേണ്ടി അവർ യാതൊരു ഇത് കാണിക്കുന്നില്ല, മനോഭാവങ്ങൾ. സാധാരണ ഒരു 35% തൊട്ട് 40% വരെയൊക്കെയാണ് മേടിക്കുന്നത് നമ്മുടെ അറിവ്. അത് പല ഹോട്ടലിൽ നിന്ന് ചോദിച്ചറിഞ്ഞ അറിവാണ്. അത്തരം പെർസെൻറ്റേജ് അവർ മേടിക്കുന്നുണ്ട്. അതുകൂടാതെ പ്ലാറ്റ്ഫോം ഫീ, പിന്നെ അഡീഷണൽ ചാർജ്, അതായത് പ്ലാറ്റ്ഫോം ഫീ, ഡെലിവറി ചാർജ്, പിന്നെ എന്തോ ഡൊണേഷൻ എന്നൊക്കെ പറഞ്ഞ് കസ്റ്റമറുടെ ഈടാക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് അതിൻ്റെ ഒന്നും ആനുകൂല്യങ്ങളൊന്നും തരുന്നില്ല. പറയുമ്പോൾ നമ്മൾ പാർട്ണറാക്കി നമ്മൾ വെച്ചേക്കുന്നത്. പക്ഷേ പാർട്ണർക്ക് കിട്ടുന്ന യാതൊരു ആനുകൂല്യം നമുക്ക് കിട്ടുന്നില്ല. നിസാരം നമുക്ക് ഓടുന്നതിൻ്റെ പൈസ പോലും കിട്ടുന്നില്ല. മിക്ക ഓട്ടങ്ങളും ഞങ്ങൾ നഷ്ടത്തിലാണ് ഓടുന്നത്. ഇപ്പോൾ ഇൻസെന്റീവ് കിട്ടണമെങ്കിൽ നിങ്ങൾ എത്ര മണിക്കൂർ വരെ പണിയെടുക്കണം? ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ 14 മണിക്കൂർ നമ്മൾ വർക്ക് ചെയ്യണം ഇൻസെന്റീവ് കിട്ടണമെങ്കിൽ. ഇൻസെന്റീവ് 350 രൂപ. അത് ഭയങ്കര കണ്ടീഷൻസുമാണ് അതിൻ്റെ അത്. അതായത് ഉച്ചയ്ക്ക് നമുക്ക് ഫുഡ് കഴിക്കാൻ പോലുള്ള സാവകാശം നമുക്ക് അവർ തരാറില്ല. അതായത് ഉച്ചയ്ക്ക് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഉച്ചയ്ക്ക് 12 തൊട്ട് 2 വരെ കണ്ടീഷൻ മസ്റ്റായിട്ട്, 3 വരെ നമ്മൾ മസ്റ്റായിട്ട് ഓടണം. അതുപോലെ 6 തൊട്ട് വൈകിട്ട് 9 വരെ മസ്റ്റായിട്ട് ഓടണം. അങ്ങനെയാണ് നമ്മുടെ കണ്ടീഷൻസ്. സമരങ്ങൾ ഇപ്പം തിരുവനന്തപുരം നടക്കുന്നുണ്ടായിരുന്നു, എറണാകുളം, തൃശ്ശൂർ, ആലപ്പുഴ, പാലക്കാട്, കൊല്ലമൊക്കെ തിങ്കളാഴ്ച തൊട്ട് സമരത്തിലോട്ട് പോകാനുള്ള പരിപാടികളാണ്. 9 ജില്ലകൾ. ആ, ഈ 3 ജില്ലകൾ തിങ്കളാഴ്ച സമരത്തിലാണ്. ഈ ആലപ്പുഴ, പാലക്കാട്, കൊല്ലം. പ്രധാനമായ കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക് ഓർഡർ ഏണിങ്സ് ആണ്. അപ്പോൾ നമ്മൾ ഒരു ദിവസം ഓടിക്കൊണ്ടിരിക്കുന്ന പൈസകളെല്ലാം ഇപ്പോൾ ഇവർ വെട്ടിക്കുറച്ചുകൊണ്ടിരിക്കുകയാണ്. നിരവധി പൈസകൾ അന്വേഷണം കിട്ടിക്കൊണ്ടിരുന്നത് തന്നെയാണ്. അത്യാവശ്യം ഒരു 1000 രൂപയൊക്കെ കിട്ടിക്കൊണ്ടിരുന്നത് തന്നെയാണ്. പക്ഷേ ഇപ്പോൾ വന്ന് ഒരു 3 മുതൽ 6 മാസം മുതൽ ഇവർ എല്ലാം കുറച്ച് മൊത്തം മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഒരു 10 നിബന്ധനകൾ കമ്പനിയിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ 23-ാം തീയതി നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. നിങ്ങളുടെ വേതനവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് 1 കിലോമീറ്ററിന് എത്ര രൂപ വെച്ചാണ് ഇവർ പ്രധാനമായിട്ട് തരുന്നത്? 1 കിലോമീറ്ററിന് ഇവർ പറയുന്ന 6 രൂപ 80 പൈസ എന്നൊക്കെ പറയണത്, പക്ഷേ തരുന്നില്ല. അതായത് ഇപ്പോൾ ഒരു 3 കിലോമീറ്റർ പോവുകയാണെങ്കിൽ 25 രൂപ ഞങ്ങൾക്ക് കിട്ടും. പക്ഷേ ആ 3 കിലോമീറ്റർ പോയിട്ട് തിരിച്ചു വരണ്ടേ? തിരിച്ചു വരുന്ന സമയത്ത് നമുക്ക് ആ കിലോമീറ്ററിന് ഇവർ പറയുന്നതിനേക്കാളും പകുതി പൈസയാണ് നമുക്ക് കിട്ടുന്നത്. പക്ഷേ പറയുന്നത് ഞങ്ങൾ 6 രൂപ തരുന്നുണ്ട്, 8 രൂപ തരുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. ഒരു 10 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ഇവിടുന്ന് ഫുഡ് എടുത്ത് ഞങ്ങൾ ഒരു 10 കിലോമീറ്റർ അപ്പുറത്ത് പോവുകയാണെങ്കിൽ അവിടെ ഹോട്ടൽസ് കാണത്തില്ല. അപ്പോൾ അവിടുന്ന് ഞങ്ങൾ ഇവിടെ ഇങ്ങോട്ട് തിരിച്ചു വരുമ്പോൾ ഞങ്ങൾക്ക് കിട്ടുന്നത് ഇവർ പറയുന്ന 8 രൂപയാണെങ്കിൽ ആ 8 രൂപയ്ക്ക് 80 രൂപ കിട്ടും. അപ്പോൾ 10 കിലോമീറ്ററിന് 80 രൂപ കിട്ടി. പക്ഷേ തിരിച്ചു വരുമ്പോൾ 20 കിലോമീറ്റർ ആയി. അപ്പോൾ 20 കിലോമീറ്റർ നമ്മൾ കസ്റ്റമറിൽ നിന്നും പല ഘട്ടങ്ങളിലായി ഈടാക്കുന്ന തുകകളുണ്ട്. ഇപ്പോൾ ഡെലിവറി ചാർജായിട്ടും മറ്റു ചാർജുകൾ, ഇതൊക്കെ നിങ്ങൾക്ക് കിട്ടുമെന്നുള്ളതാണ് സാധാരണ കസ്റ്റമർ ചിന്തിക്കുക. നിങ്ങളെ സംബന്ധിച്ച് എങ്ങനെയാണ്? തീർച്ചയായിട്ടും അത് ഞങ്ങൾക്ക് കിട്ടുന്നില്ല. ഇവരുടെ ഈ പ്ലാറ്റ്ഫോം ഫീ എന്ന് പറയുന്നത് 2 രൂപയാണ്. ഒരു ദിവസം തന്നെ 2 രൂപ പ്ലാറ്റ്ഫോം ഫീ വെച്ചിട്ടുണ്ട്. ഡെലിവറി ചാർജ് മിനിമം 19 രൂപ മുതൽ വെക്കുന്നുണ്ട്. അത് കിലോമീറ്റർ അനുസരിച്ച് ഇവർ കൂട്ടുന്നുണ്ട് ഡെലിവറി ചാർജസ്. അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു 300 പാർട്ട്നേഴ്സ് ഓടുന്നുണ്ടെങ്കിൽ, ഒരു ദിവസം 300 പാർട്ട്നേഴ്സ് ഓടുന്നുണ്ടെങ്കിൽ ആ പൈസ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് ഒരു ദിവസം ഒരു മിനിമം 3000 മുതൽ 5000 ഓർഡേഴ്സ് ഈ കോട്ടയം സോണിൽ മാത്രമുണ്ട്. ഏറ്റുമാനൂർ വേറെ ഇങ്ങനെ ഉണ്ട്, സോണുകൾ വേറെ കിടപ്പുണ്ട്. പക്ഷെ അങ്ങനെ ഉണ്ടായിട്ട് പോലും നമ്മളത് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അതിന് ഒരു പകുതി പൈസയല്ല, അതിലൊരു 20% പൈസ പോലും ഞങ്ങൾക്ക് കിട്ടുന്നില്ലെന്നുള്ളതാണ് സത്യം. അതായത് ഇപ്പോൾ ഈ സമരം ഇപ്പോൾ നിലവിൽ 9 ജില്ലകളിലുണ്ട്. ഇനി തിങ്കളാഴ്ച സമരം വ്യാപിക്കാൻ പോകുന്നുണ്ട്. ഏതൊക്കെ ജില്ലകളാണ് സമരത്തിൽ? തിങ്കളാഴ്ച വ്യാപിക്കാൻ പോകുന്ന ജില്ലകൾ എന്ന് പറഞ്ഞാൽ ആലപ്പുഴ, കൊല്ലം, പാലക്കാട് ജില്ലകളാണ് വ്യാപിക്കാൻ പോകുന്നതെന്ന് അറിയാൻ കഴിഞ്ഞത്.